50 നോമ്പ് അതിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് അടുക്കുന്നു. പെസഹായുടെ ദിവസം രാവിലെയാണ് എറണാകുളത്ത് നിന്ന് ഞാൻ കാസർഗോഡിലേക്ക് എത്തിയത്. അപ്പോൾ അവിടെ പെസഹ അപ്പവും പാലും ഒക്കെ തയ്യാറാക്കാനുള്ള തകൃതിയായ പണികൾ നടക്കുകയാണ്. അരി കുതിർത്ത് പൊടിച്ചെടുക്കും. ഒപ്പം വറുത്തെടുത്ത ഉഴുന്നും കുതിർത്തി അത് നന്നായി തരിതരിയായി പൊടിച്ചെടുക്കും. ഈ കൂട്ടെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യും. ഇതിലേക്ക് ആവശ്യത്തിന് ജീരകം, വെളുത്തുള്ളി എന്നിവ ചതച്ച് ചേർക്കും. നല്ല അളവിൽ തന്നെ തേങ്ങയും ചേർക്കണം. ആവശ്യത്തിന് ഉപ്പും വെള്ളവും ഒക്കെ ചേർത്ത് ഈ പരുവത്തിനാക്കണം. 2 തരത്തിലാണ് എൻ്റെ വീട്ടിലിത് ഉണ്ടാക്കുന്നത്. ഒന്ന്, ഒരു പ്ലേറ്റിലൊഴിച്ച് ആവിയിൽ പുഴുങ്ങിയെടുക്കും. കുരുത്തോല കുരിശു പോലെ അതിന് മുകളിൽ വെച്ചിട്ടുണ്ടാകും. രണ്ടാമതായി ചെറിയുള്ളി പാത്രത്തിലേക്കിട്ട് അതിന് മുകളിലേക്ക് മാവൊഴിച്ച് ചുട്ടെടുക്കുന്ന രീതിയാണ്. ദമ്മൊക്കെ ഇടുന്ന പോലെ അതിന് മുകളിലേക്കും കുറച്ച് തീക്കനലെടുത്ത് വയ്ക്കും. ഇനി പെസഹാപ്പാൽ തയ്യാറാക്കലാണ്. ശർക്കര നീരിലേക്ക് തേങ്ങാപ്പാലും കുറച്ച് അരിപ്പൊടി കലക്കിയതും പിന്നെ ആവശ്യത്തിന് ജീരകവും ഏലക്കായും കുറച്ച് ചുക്കുപൊടിയും ചേർക്കും. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യും. വിശ്വാസത്തിൻ്റെ തന്നെ ഭാഗമായി ഇതിലേക്കും കുറച്ച് കുരുത്തോല ചേർക്കാറുണ്ട്. ചെറുതായൊന്ന് തിളച്ച് വരുമ്പോഴേക്കും പെസഹാപ്പാൽ റെഡിയാകും. പിന്നീട് പ്രാർത്ഥനകൾക്കൊക്കെ ശേഷം വീട്ടിലെ മുതിർന്നയാൾ അപ്പം മുറിച്ച് എല്ലാവർക്കും നൽകും. ആ പാല് കുടിച്ച് ആ പങ്കുവെച്ച് കിട്ടുന്ന അപ്പവും കഴിക്കുന്നതാണ് പെസഹായുടെ ഏറ്റവും വലിയ സന്തോഷം.